إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لعبادي الذين آمنوا يقيمون الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. ഈ നമസ്കാരത്തിന്റെ താക്കോലായ വുളൂഇനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ കേട്ടത്. ഒരു മുസ്ലിം തന്റെ ശരീരം തന്നെ പടച്ച തന്റെ നാഥന്റെ മുമ്പിൽ ഏറ്റവും താഴ്മയോടുകൂടി സമർപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് നമസ്കാരം എന്നുള്ളത്. ഇത് അവനവന്റെ ജീവിതം എല്ലാ നിലക്കും ജീവിതം ഉടനീളം തന്റെ നാഥന് സമർപ്പിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ആ ഒരു കീഴ്പ്പെടലിലൂടെ അവൻ നടത്തുന്നത്. അള്ളാഹുവിനു കീഴ്പ്പെട്ടവൻ, അനുസരണയുള്ളവൻ എന്നൊക്കെയാണ് മുസ്ലിം എന്ന പദത്തിനർത്ഥം. ഇങ്ങനെ ഈ മുസ്ലിം എന്ന അർത്ഥത്തിന് തീർത്തും
നമ്മൾ അതിന്റെ ഭാഗവാക്കായി തീരണമെങ്കിൽ, അങ്ങനെ ഒരു മുസ്ലിമായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിൽ ആ മുസ്ലിം എന്നുള്ളൊരു അംഗീകാരം അവനക്ക് ലഭിക്കണമെങ്കിൽ അവന്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം, ഈ ലളിത ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവന് അവന്റെ നാഥന്റെ മുമ്പിൽ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി, തന്റെ റബ്ബിന്റെ മുമ്പിൽ എത്രത്തോളം കണിശതയോടുകൂടിയാണ് അവൻ ജീവിക്കുന്നത്. അങ്ങനെ തീർത്തും എല്ലാം അവന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം എല്ലാ സമയങ്ങളിലും പടച്ച റബ്ബിനെ ആലോചിച്ച്, എന്നെ നോക്കാൻ എന്റെ പടച്ച റബ്ബന്റെ മുകളിലുണ്ട് എന്നുള്ളൊരു വിചാരത്തോടു കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ്, അവന്റെ വിധിവിലക്കുകൾ യഥാവിധി അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് ആ മുസ്ലിം എന്നുള്ളൊരു നാമധാരി നമുക്കായി തീരാൻ സാധിക്കുകയുള്ളൂ. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണ് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നുണ്ട്, റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളത് പഠിച്ചിട്ടുമുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം എന്നുള്ളത് 5 തൂണിൽ മേലാണ്, 5 കാര്യങ്ങളുടെ മേലാണ് അത് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏകനാണെന്നും അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ള ഒരു ഷഹാദത്തിന്റെ പ്രഖ്യാപനം ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതാണ് ഇഖാമിസ് സ്വലാത്ത് എന്നുള്ളത്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്നുള്ളത്. ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുയെ യമനിന്റെ ഗവർണറായി കൊണ്ട് പറഞ്ഞയക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞയക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില നിർദ്ദേശങ്ങൾ, ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, റസൂല് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുയോട് പറയുകയാണ്, ഇന്നക തഅദുമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്. നീ ചെന്നെത്തുന്നത്, നീ പോകുന്നത് വേദക്കാരുടെ ഒരു സമൂഹത്തിലേക്കാണ്. ഈ വേദക്കാരുടെ സമൂഹത്തിൽ നീ ചെന്നെത്തുമ്പോ ഫൽയകുൻ അവ്വലൻ, നീ അവിടെ ചെന്നെത്തിയാൽ നീ ആദ്യം ചെയ്യേണ്ടത് മാ തഅദുഹും ഇലാ അൻ യുവഹിദില്ലാ, നീ അവരെ എന്ത് ചെയ്യണം, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക്, വഹ്ദാനിയത്തിലേക്ക് നീ എന്ത് ചെയ്യണം, അവരെ ക്ഷണിക്കണം എന്നുള്ളതാണ്. തൗഹീദ് നീ അവിടെ അവർക്കിടയിൽ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു ഫഇദാ അറഫു ദാലിക്, അതവർ അറിഞ്ഞ് അംഗീകരിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം, ഫഅജ്റുഹും, നീ എന്ത് ചെയ്യണം, അവരെ മുആദെ നീ അവരെ അറിയിക്കണം. എന്താണ് അറിയിക്കേണ്ടത്? അന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറള അലൈഹിം 5 സ്വലവാത്തിൻ ഫീ യൗമിഹിം വ ലൈലതിഹിം, അല്ലാഹു അവർക്ക് അവരുടെ രാത്രിയിലും പകലിലുമായിട്ട് 5 സമയങ്ങളിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളത് നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അഥവാ റഅസുൽ അംറു അലൽ ഇസ്ലാം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമാണ്. അതെന്ത് നമ്മൾ ആദ്യം പറഞ്ഞു, അൽ വഹ്ദാനിയത്ത്, അള്ളാഹുവിന്റെ ഏകത്വത്തെ നമ്മൾ അവിടെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറയുന്നു, വഉബൂദുഹു അസ്സലാത്ത്, അതിന്റെ നെടുന്തൂൺ എന്നുള്ളത്, ഇസ്ലാമിന്റെ നെടുന്തൂൺ എന്നുള്ളത് അത് നമസ്കാരമാണ് എന്നുള്ളതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹിമിലൂടെ നമുക്ക് ചിലത് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹിമിൽ 31-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുകയാണ്, ഖുൽ ഇബാദി, റസൂലിനോട് പറയുകയാണ്, എന്റെ അടിമകളോട് നീ പറയുക, ഖുൽ ഇബാദി അല്ലദീന ആമനു യുഖീമുനസ് സ്വലാത്ത്, അവരുടെ അവരുടെ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ നീ എന്ത് ചെയ്യുക, അവരോട് കൽപ്പിക്കുക. എന്നിട്ട് എന്ത് പറയുന്നു, വയുൻഫിഖു മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ,
അവർക്ക് രഹസ്യവും പരസ്യവുമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചിലത് നൽകിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവരോട് നീ ചിലവഴിക്കാൻ ആവശ്യപ്പെടുക. എന്നിട്ട് എപ്പോ എന്ത് പറയുന്നു, മിൻ ഖബിലി അൻ യഅതി യൗമുൻ ലാ ബൈഉം ഫീഹി വലാ ഹിലാൽ. അവരുടെ കച്ചവടമോ അല്ലെങ്കിൽ അവരുടെ ചങ്ങാത്തമോ അവർക്ക് എതിരായി നിൽക്കുന്ന, അവർക്ക് ഒരിക്കലും ഉപകാരപ്പെടാത്ത ഒരു സമയം വരും. ആ സമയത്തിന് മുമ്പ് എന്ത് ചെയ്യുക, അവരുടെ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാനും അവർക്ക് രഹസ്യവും പരസ്യവുമായിട്ട് ഞാൻ നൽകിയതിൽ നിന്നും അവരോട് ചിലവഴിക്കാനും റസൂലെ നീ ആവശ്യപ്പെടുക എന്നാണ് ഈ ആയത്തിന്റെ സാരാംശമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമസ്കാരം നിർവഹിക്കാത്തവരെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിൽ നിന്നും പുറത്തായ ആളുകൾ എന്നുള്ളതാണ്. അവർ ഇസ്ലാമികമല്ലാത്ത ആളുകളായിട്ടാണ് റസൂൽ നമ്മോട് പഠിപ്പിക്കുന്നത്. മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് നമസ്കാരം എന്നുള്ളത്, നമസ്കാരത്തിന്റെ കൃത്യത എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നുള്ളത് നിർബന്ധ കർമ്മമാണ്. അത് നമ്മൾ അത്രയും പ്രാധാന്യപൂർവം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട വലിയൊരു കാര്യമാണ്. ചെറിയവരും വലിയവരും എല്ലാവർക്കും നമസ്കാരം നിർബന്ധമാണ്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു? 7 വയസ്സായി കഴിഞ്ഞാൽ അവരെ നമസ്കാരത്തിന് ഉപദേശിക്കണം, അവരെ നമ്മളൊപ്പം നമസ്കരിപ്പിക്കണം. നമസ്കാരത്തിന്റെ നിയമവശങ്ങൾ, നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, എന്താണ് നമസ്കാരത്തിന്റെ പ്രാധാന്യം എന്നുള്ളത് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെന്ത് പറയുന്നു? 10 വയസ്സായി കഴിഞ്ഞാൽ, 10 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ടും അവൻ അല്ലെങ്കിൽ അവൾ നമസ്കരിക്കുന്നില്ലെങ്കിൽ വേണ്ടി വന്നാൽ എന്താണ്, നിങ്ങൾ അവരെ അടിക്കണമെന്നും റസൂൽ പഠിപ്പിക്കുന്നു. അത് ഹദീസിലൂടെ പറയുന്നുണ്ട്, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്അ സിനീൻ. 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവരെന്ത് ചെയ്യണം, ഉപദേശിക്കണം എന്നുള്ളതാണ്. അവർ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കണം എന്നുള്ളതാണ്. വളുരിബുഹും, നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ അടിക്കണം. അലൈഹിം അലൈഹ വഹും അബ്നാ അശറ സിനീൻ. അവർ 10 വയസ്സായി കഴിഞ്ഞിട്ടും അവർ നമസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ വേണ്ടി വന്നാൽ അടിക്കണമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരും ഖലീഫമാർക്കും ഒക്കെ നമസ്കാരം നിർബന്ധമായിരുന്നു. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ഇതിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ഇന്ന മഅശറൽ അംബിയ, ഞങ്ങളെ അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്, ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം, ഞങ്ങൾക്ക് എന്തുണ്ട്, ഉമിർന, ഞങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട്, അസ്സലാത്ത്, നമസ്കാരത്തെ പറ്റിയിട്ട്, നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണമെന്നും നമസ്കാരത്തിന്റെ പ്രാധാന്യം എന്താണെന്നും ഇതിനെ പറ്റിയിട്ടും ഞങ്ങൾക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമസ്കാരം കൽപ്പിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇതിന് വിശുദ്ധ ഖുർആൻ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇതേ പേരുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തന്നെ പേരുള്ള സൂറത്ത് ഇബ്രാഹിമിലൂടെ പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥന നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദി ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അഥവാ കൃഷി ഒട്ടും പ്രാബല്യമല്ലാത്ത തരിശായി കിടക്കുന്ന നിന്റെ ഹറമിന്റെ അടുത്തുള്ള ഒരു പ്രദേശത്ത് ഞാൻ എന്റെ കുടുംബത്തെ പാർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥന എന്താണ്? ഇതിനെ തുടർന്ന് പറയേണ്ടത് റബ്ബന, ഞങ്ങളുടെ നാഥ, യുഖീമൂന സ്വലാത്ത്, ഇവർ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തുടർന്ന് ആഴ്ചയിലൂടെ പറയുന്നത് നീ ഇവരെ സംരക്ഷിക്കണമേ എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ട കായ്ക്കനികൾ നൽകണമേ എന്നാണ് ചെയ്യുന്നത് അവിടെ ആ പ്രാർത്ഥനയിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് വലിയ പ്രചോദനം നൽകുന്ന കുറെ വാക്യങ്ങളാണ്. ഇതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തെ പറ്റിയിട്ട് സൂറത്ത് മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ സൂറത്ത് മറിയമിലൂടെ പറയുന്നത് എന്താണ്? വകാന യഅ്മുറു അഹ്ലുഹു ബിസ്സലാത്ത്. ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ കൂട്ടത്തെ, തന്റെ കുടുംബക്കാരെ എന്ത് ചെയ്തിരുന്നു? നമസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്കും കൂടിയുള്ള ചില കൽപ്പനകളാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ, നമ്മോടൊപ്പം സഹവസിക്കുന്ന ആളുകളെ
നമസ്കാരത്തിലേക്ക് ക്ഷണിക്കണം. അവരെ നമസ്കാരത്തിന്റെ പ്രാധാന്യം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നമുക്കുണ്ടാകുന്ന പ്രശ്നമെന്നും നമസ്കാരം കൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന വീഴ്ചകൾ എന്താണെന്നും നമ്മളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഇവിടെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ഇതുപോലെ മൂസ അലൈഹിസ്സലാമുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ഒരു സംഭാഷണമുണ്ട്, സീനാ മലയോരത്ത് വെച്ച് നടത്തുന്ന സംഭാഷണം. അതിലൂടെ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നനി അനല്ലാഹ്, ഞാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യൻ നിനക്കില്ല എന്നുള്ളതാണ്. ഫഅ്ബുദ്നി, നിങ്ങൾ എന്ത് ചെയ്യുക, എന്നോട് ഇബാദത്ത് ചെയ്യുക. വഅഖീമുസ് സ്വലാത്ത ലിദിക്രി, നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ സ്മരിക്കാൻ വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമസ്കരിക്കണം എന്നുള്ളതാണ്. ഇതോടൊപ്പം ഈസാ അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ അനേകം കേട്ടവരാണ്. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച കഥ നമുക്കറിയാം. അഥവാ അവിടെ ഈസാ അലൈഹിസ്സലാം പറയുന്നത് വജഅൽനി മുബാറകൻ ഐനമാ കുൻത് വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ എന്നുള്ളതാണ്. ഇതെന്താണ് പറയുന്നത്? ഈസാ അലൈഹിസ്സലാം അവിടെ വെച്ച് പറയുന്നത്, ഞാൻ മുബാറക്കാണ്, ഞാൻ ബ്ലെസ്ഡ് ആണ്, ഞാൻ അനുഗ്രഹീതനാണ്. എന്നോട് നമസ്കാരത്തെ പറ്റിയിട്ടും സക്കാത്തിനെ പറ്റിയിട്ടും ഉപദേശിച്ചിരിക്കുന്നു. എന്നിട്ട് എപ്പോ വരെ മാ ദുംതു ഹയ്യ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഞാൻ ഇതിനെന്തിനും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അവിടെ നടത്തുന്ന പ്രഖ്യാപനം. ഇതോടൊപ്പം സക്കരിയ അലൈഹിസ്സലാമിനോട് നടത്തിയ സംവാദം എന്തെന്ന് വെച്ചാൽ, സക്കരിയ അലൈഹിസ്സലാമിനെ മലക്കുകൾ വന്ന് വിളിക്കുന്നത് അദ്ദേഹം മിഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്. അഥവാ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഫനാദതുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, അദ്ദേഹം മിഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മലക്കുകൾ അദ്ദേഹത്തെ വന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ, ഈസാ അലൈഹിസ്സലാമിന്റെ, മൂസ അലൈഹിസ്സലാമിന്റെ, സക്കരിയ അലൈഹിസ്സലാമിന്റെ ഒക്കെ പിൻഗാമികളായ നമ്മൾ ഓരോരുത്തരും ഇവരുടെ ജീവിതത്തിലൊക്കെ നടത്തിയിട്ടുള്ള ഇങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങളും ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ചേർത്ത് വെക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ പിൻഗാമികളായിട്ട് മാറുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല? ബോധപൂർവം ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു പറയുന്നുണ്ട്, ലാ ഇസ്ലാമ ലിമൻ ലാ യുസല്ലി, നമസ്കരിക്കാത്തവന് ഇസ്ലാം ഇല്ല എന്നുള്ളതാണ്. ഇസ്ലാം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് എല്ലാത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നില്ല? ഇനി സൗകര്യങ്ങൾ ഇല്ല എന്ന് വിചാരിക്കും. നമ്മള് ഇസ്ലാമിക ചരിത്രത്തിൽ കേട്ട അനേകം കഥകളുണ്ട്. ആ യുദ്ധവേളയിൽ നമസ്കരിച്ച സന്ദർഭം നമുക്കറിയാം. അത്രയും കഠിനമായ ആ കൊടും വെയിലിന്റെ സമയത്തും അവർ നമസ്കരിച്ച പല സന്ദർഭങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ നമുക്ക് വലിയ പ്രചോദനം നൽകുന്ന പല സംഭവവികാസങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമസ്കരിക്കാത്തവനെ അദ്ദേഹം ചേർത്ത് വെക്കുന്നത് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ പല ഉദാഹരണങ്ങളുമായിട്ട് അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നമസ്കരിക്കാത്തവൻ കളവ് നടത്തുന്നവനേക്കാൾ മോശമാണെന്നുള്ളതാണ്. നമ്മൾ കക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാകും, കളവ് നടത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. അവരെക്കാൾ മോശമാണെന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. വ്യഭിചാരിയേക്കാൾ മോശമാണെന്നും അദ്ദേഹം പറയുന്നു. നമസ്കരിക്കാത്തവൻ വ്യഭിചാരിയേക്കാൾ മോശമാണെന്ന് പറയുന്നു. ഇനി നമസ്കരിക്കാത്തവൻ കള്ളു കുടിക്കുന്ന ആളുകളെക്കാൾ മോശമാണെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ കള്ളുകുടിയായാലും വ്യഭിചാരമായാലും കളവ് നടത്തുകയായാലും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതുമാണ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലതുമാണ്. ഇതിനേക്കാൾ എത്രയോ മോശമായിട്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നമസ്കരിക്കാത്ത ആളുകളെ പറ്റിയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവർക്കൊക്കെ സമൂഹത്തിലുള്ള സ്ഥാനം എന്താണ്? നമ്മൾ നമ്മുടെ സമൂഹം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്ന കളവ് നടത്തുന്ന ആളുകൾ, വ്യഭിചാരം നടത്തുന്ന ആളുകൾ, കള്ളു കുടിക്കുന്ന ആളുകൾ, ഇവരൊക്കെ സമൂഹത്തിൽ ഒരുവനെയും ഉണ്ടാകില്ല. അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം തീരാ കണ്ണീരായിരിക്കും അവരുടെ ജീവിതത്തിൽ ഓരോ ദിനരാത്രങ്ങളും. ഇങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവരെക്കാൾ എത്രയോ മോശമായിട്ടാണ് നമസ്കരിക്കാത്ത ആളുകളെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നത്. ഇതിനോട് തുടർന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ ഒരു സംഭവവികാസം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്.
അഥവാ ഖുർആൻ സൂറത്തുൽ മാഇദയിലൂടെ പറയുന്നത് വേദക്കാരായ ആളുകൾ അഥവാ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാത്ത ആളുകൾ അറുത്ത ഭക്ഷണം നമുക്ക് ഭക്ഷിക്കാമെന്ന് സൂറത്തുൽ മാഇദയിലൂടെ പറയുന്നുണ്ട്. ഇവരറുത്ത് നമുക്ക് ഭക്ഷിക്കാമെന്നും വേദക്കാരായ ആളുകളെ അതിലുള്ള സ്ത്രീകളെ നമുക്ക് വിവാഹം കഴിക്കാമെന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതിനോട് ചേർത്ത് പറയുന്നത് ഇങ്ങനെ വേദക്കാരായ ആളുകൾ അറുത്ത് നമുക്ക് ഭക്ഷിക്കാമെന്നും അവരുള്ള ആളുകളെ നമുക്ക് വിവാഹം ചെയ്യാമെന്നും പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നമസ്കരിക്കാത്ത ആളുകൾ അറുത്ത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. നമസ്കരിക്കാത്ത ആളുകളുടെ കുടുംബത്തിൽ നിന്നും അവരിൽ നിന്നും നമുക്ക് വിവാഹം ഹറാമാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട അനേകം വസ്തുതകളുണ്ട്. ഇനി ഒരു വ്യക്തി ഒരു ദിനരാത്രം മുഴുവൻ അല്ലെങ്കിൽ മാസക്കാലം മുഴുവൻ കൃത്യമായിട്ട് നോമ്പനുഷ്ഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ഉദാഹരണമായിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ തറക സ്വലാത്തു ഖബിത അമലുഹു വലൻ യുഖബ്ബൽ സിയാം. ഒരുവൻ അവന്റെ നോമ്പ് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്, പക്ഷേ അവന്റെ 5 വക്ത് നമസ്കാരത്തിൽ ഒരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. നമസ്കാരം നിർവഹിക്കാതെ തോന്നിയ സമയങ്ങളിൽ നമസ്കരിക്കുന്ന, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കൃത്യതയും ഇല്ലാത്ത ഒരു വ്യക്തി എത്ര നോമ്പ് നോക്കിയിട്ടും അവനക്കൊരു കാര്യമില്ല എന്നുള്ളതാണ്. ആ നോമ്പിന് ഒരു പുണ്യവും അവനക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ നോട്ടം അവന്റെ നമസ്കാരത്തിലും അവന്റെ നോമ്പിലും ഒന്നും വന്നു ചേരില്ല എന്നുള്ളതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഈ ഹദീസിലൂടെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ തറക സ്വലാത്തു ഫലാ ദീന ലഹു എന്നുള്ളത്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്, അവന് ദീനില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പലതും നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്തെന്ന് വെച്ചാൽ നമസ്കാരം അത്രയും പ്രാധാന്യമുള്ളതാണ്. അത് കൃത്യമായിട്ട് നമസ്കരിക്കാൻ, ഒരു വീഴ്ചയുമില്ലാതെ അത് നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മനഃപൂർവ്വം നമസ്കാരം ഒഴിവാക്കിയാൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണെന്നും ഇടക്കിടക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു കാഫിറും ഒരു മുസ്ലിമും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അത് അവന്റെ നമസ്കാരമാണെന്നുള്ളതാണ്. ഇനി വെറുതെ നമസ്കരിച്ചിട്ടും നമുക്ക് കാര്യമില്ല. നമസ്കാരത്തിന്റെ സമയനിഷ്ഠയും അതിനുള്ള ഖുശൂഅോട് കൂടിയിട്ട് നാഥന്റെ മുമ്പിലാണ് താൻ വന്നു നിൽക്കുന്നത്, തന്റെ പടച്ച റബ്ബുമായിട്ടാണ് അവൻ സംവദിക്കുന്നത് എന്നുള്ളൊരു ബോധത്തിലായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. എല്ലാം നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറം ലോകവുമായിട്ടൊരു ബന്ധവും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള ശൈത്താനിയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടും. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി നമുക്ക് പല പ്രാർത്ഥനകളും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമസ്കരിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, നമസ്കാരത്തിൽ കൃത്യതയില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് വിചാരണ വേളയിൽ അവൻ വന്നെത്തുമ്പോ അവനെ ഹാജരാക്കുക ഫിർഔനിന്റെയും ഹാറൂന്റെയും ഒക്കെ കൂടെയായിരിക്കുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് റസൂൽ അത് എടുത്തു പറയുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ചെന്നെത്തുമ്പോ, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വിചാരണ വേളയിൽ ചെന്നെത്തുമ്പോ പുഞ്ചിരിക്കുന്ന മുഖങ്ങളുമായിട്ട് സ്വഹാബത്തിന്റെ കൂടെ, ഖലീഫമാരുടെ കൂടെ ഇസ്ലാമിന്റെ കാര്യത്തിൽ നമ്മുടെ യൗവനവും നമ്മുടെ യുവത്വവും നമ്മുടെ എല്ലാം സമർപ്പിച്ച് നമ്മുടെ വാർദ്ധക്യം പോലും ഇസ്ലാമിൽ സമർപ്പിച്ച ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളുമായി അള്ളാഹുവെ കണ്ടുമുട്ടുന്ന ആളുകളായി തീരാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരത്തിൽ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ നമുക്ക് നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ, നമ്മുടെ ഒപ്പമുള്ള ആളുകളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ. ഞാൻ ഈ ക്ഷണം കൊണ്ട് ഉദ്ദേശിച്ചത് അവരെ നമ്മൾ നമസ്കരിപ്പിക്കണം എന്നുള്ളതാണ്. നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ പല ജോലി തിരക്കുകളിലും പെടുന്ന മനുഷ്യന്മാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിലൊക്കെ പല തിരക്കിലും പെടുന്ന ആളുകളാണ്, പല സാഹചര്യങ്ങളും ഇടപെടുന്ന ആളുകളാണ്. എന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും നമസ്കാരത്തെ പറ്റിയുള്ള ഒരു ചിന്ത, അതിന്റെ സമയത്ത് നമ്മൾ കാണിക്കുന്ന കണിശത, എത്ര വലിയ തിരക്കുള്ള മനുഷ്യനായാലും നമ്മൾ ഈ തിരക്കിൽ പെടാൻ കാരണക്കാരൻ ആരാണ്, ഈ ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരൻ ആരാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ആ ഒരു ചിന്തയിലൂടെ നമസ്കാരം കൃത്യമായി നിർവഹിച്ച് നാഥന്റെ മുമ്പിൽ എപ്പോഴും ശുക്ർ ചെയ്ത് സുജൂദ് ചെയ്യുന്ന ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള തൗഫീഖൊക്കെ പടച്ച റബ്ബ് നമുക്ക്
പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ നാടിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ വീടിന്റെയും ഇസ്ലാമിന്റെയും വിളക്കുകളായി കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد عباد الله أوصيكم ثانيا بتقوى الله. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപോകത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളൊക്കെ കൃത്യപ്പെടുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ നടത്തണം. അതിനുള്ളൊക്കെ തൗഫീക്ക് പടച്ച റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഇടയിൽ ഏറെ കാലം ഇവിടെ ഉണ്ടായിരുന്ന, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സഹോദരൻ നമ്മിൽ നിന്നും ഇന്ന് വിട പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ പരിചയമില്ലെങ്കിലും വളരെ കുറഞ്ഞ കേട്ടറിവ് മാത്രമാണ്. ഇസ്ലാമിന്റെ മാർഗത്തിൽ അനേകം പരിശ്രമങ്ങൾ സമർപ്പിച്ചിട്ടുള്ള അദ്ദേഹം ഒരു രോഗത്തിന് അടിമയായിരുന്നു. ആ ശൈലിയിലായിരിക്കുന്ന സമയത്ത് പോലും ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ധാരാളം സമയം സമർപ്പിച്ച, അതിനു വേണ്ടിയിട്ട് തന്റെ ആരോഗ്യമൊക്കെ സമർപ്പിച്ച മനുഷ്യനായിരുന്നു. ദർവേശ് സാഹിബിനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പ്രയാസപ്പെടുന്ന കുടുംബത്തിന്, അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ പടച്ച റബ്ബ് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം പടച്ച റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مثواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار وأدخلنا الفردوس يا رب العالمين، وأدخلنا الفردوس يا رب العالمين. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقم الصلاة.